ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ എന്നും പരിചയപ്പെടുത്തുന്ന സാധനം തന്നെയാണ്. അറബികളുടെയും മലയാളികളുടെയും പ്രവാസികളുടെയും പ്രിയപ്പെട്ട കുബൂസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുബൂസ് കൊണ്ട് നമുക്ക് എന്നും വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാം. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. നമ്മൾ ഒരു ദിവസം കോഴിക്കറിയും കുബൂസാണെങ്കിൽ ഒരു ദിവസം മീൻകറിയും കുബൂസും അങ്ങനെയല്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ സ്പെഷ്യൽ സാധനമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ജാപ്പനീസ് അറബിക് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുബൂസ് ഒരു റിയാലിന് 5 കുബൂസാണ് കേട്ടോ നമുക്ക് കിട്ടുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളിട്ടോ. സംഭവം അടിപൊളി നൈസ് സംഭവമാണ്. ആ കുബൂസിലേക്ക് നമ്മൾ നേരെ ഫുൾ സുഡാനി അങ്ങോട്ട് വെച്ച് നേരെ പഴം അങ്ങോട്ട് എടുത്തിട്ട് തൊലിച്ചിട്ട് പഴം എന്താക്കും, നമ്മൾ നേരെ പഴം കുബൂസിനുള്ളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് ചുരുട്ടിയിട്ട് അങ്ങോട്ട് നോക്കി ഏത് സ്റ്റിക്ക് വല്ല ഈർക്കിലായാലും മതി കേട്ടോ. സ്റ്റിക്ക് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പല്ല് കുത്തുന്ന സ്റ്റിക്ക് ഒരു പാക്കറ്റ് റൂമിലുണ്ടായിരുന്നു, എടുത്തിട്ട് അങ്ങോട്ട് കുത്തി നോക്ക്. വെറൈറ്റി സംഭവമല്ലേന്ന്. കുബൂസ് പല രീതിയിൽ നമുക്ക് കഴിക്കാം. എന്നിട്ട് ആ കുത്തിയത് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഒരു ജാപ്പനീസ് സ്റ്റൈലാണ്. പണ്ട് ഞാൻ ജപ്പാനിലായിരുന്നപ്പോൾ പഠിച്ചതാണ് സംഭവം പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങോട്ട് നോക്കി ആ പഴവും ആ ഫുൾ സുഡാനി ആ കുബൂസും സംഭവം നൈസാണ്. നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓരോ ദിവസവും നമുക്ക് ഓരോരോ വെറൈറ്റി സംഭവങ്ങൾ ചെയ്യാം. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അത് റെക്കോർഡായിട്ടില്ല, അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒരേ ഫുഡ് കഴിക്കാണ്ട് ആ ഒരു ഫുഡിൽ തന്നെ വ്യത്യസ്ത വെറൈറ്റികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മളുടെ അൽനാദൻ്റെ എന്തുണ്ടായിരുന്നു, ഫ്രഷ് മിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചൂടാക്കാണ്ട് പച്ചക്കാണ് കുടിക്കില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും പെപ്സിയൊക്കെ നമ്മൾ ഒഴിവാക്കി.